നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എപ്പോഴും പേടിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടോ, എൻ്റെ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ. ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതിനകത്ത് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം? പലരും എൻ്റെ വാല്യൂസ് നോക്കിയിട്ട് ബ്ലഡ് റിപ്പോർട്ട് കണ്ടിട്ട് വാല്യൂസ് നോക്കിയിട്ട് പറയാം ബോർഡർ ലൈൻ്റെ അറ്റത്താണ് നിൽക്കണം, എനിക്ക് പ്രശ്നങ്ങളില്ല, എന്നാൽ എൻ്റെ ട്രൈഗ്ലിസറൈഡ്സ് കുറച്ച് കൂടുതലാണ്, എൻ്റെ LDL കുറച്ച് കൂടുതലാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയും. ട്രൈഗ്ലിസറൈഡ്സും LDLും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെയധികം ദോഷം ചെയ്യും. നമ്മുടെ കാർഡിയാക് പ്രൊട്ടക്റ്റീവ്, അതായത് ഹാർട്ടിനുള്ള രീതിയിൽ ഒരുപാട് രീതിയിൽ ഇത് കണക്റ്റഡ് ആണ്. ഒരു പരിധി വരെ കാർഡിയാക് അറസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് കാര്യം. അപ്പോൾ ട്രൈഗ്ലിസറൈഡ്സിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ട്രൈഗ്ലിസറൈഡ്സ് നമ്മൾ പലപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ഡെഫിനറ്റ്ലി നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. കാരണം സ്ഥിരമായിട്ട് എണ്ണ പലഹാരങ്ങൾ കഴിക്കുക, അരിയാഹാരങ്ങൾ കൂടുതൽ കഴിക്കുക, അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി വറപുരിയായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്നുള്ളത്. ട്രൈഗ്ലിസറൈഡ്സ് കുറച്ചുകൊണ്ട് വന്നേ തെറ്റേ പറ്റുള്ളൂ. അതിന് മെഡിക്കേഷൻസ് എടുക്കുക തന്നെ വേണം. അല്ലാതെ നാച്ചുറലായിട്ട് കൊളസ്ട്രോളിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ കുറേ ലൈഫ് സ്റ്റൈലും ഡയറ്റും മാത്രം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു പരിധി വരെ പെട്ടെന്ന് കുറച്ച് വരില്ല. സോ ഡെഫിനറ്റ്ലി അത് നമ്മൾ മെഡിക്കേഷൻസ് എടുക്കണം. ഈ ട്രൈഗ്ലിസറൈഡ്സിന് ഡെഫിനറ്റ്ലി അത് ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്തുള്ളൊരു ബെനിഫിറ്റ് വരുള്ളൂ.